ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പ് ഏത് നിമിഷവും ഏത് ദിവസവും പ്രഖ്യാപിക്കാം. അപ്പോൾ രാഹുൽ രാജിവെച്ച സ്ഥിതിക്ക് പ്രിയങ്ക ഗാന്ധിയാണ് സ്ഥാനാർത്ഥിയെന്ന് കോൺഗ്രസ് AICC വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ പ്രിയങ്ക വയനാട്ടിൽ വരുന്നു എന്ന് പറഞ്ഞതോടെ തന്നെ വീണ്ടും കുടുംബാധിപത്യം എന്ന ആരോപണം BJPയും സർക്കാർ വൃത്തങ്ങളും അത് ഗുരുതരമായി ഉന്നയിച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ച് നമുക്ക് എന്താ പറയാൻ കഴിയുക? അത് കുടുംബാധിപത്യം, എമർജൻസി തുടങ്ങിയുള്ള കാര്യങ്ങൾ വീണ്ടും ചർച്ച ചെയ്യപ്പെടും. അപ്പോൾ കുറച്ചുകൂടെ ക്ലിയറായിട്ട് നമ്മളതിനെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും. എമർജൻസി ഡിക്ലെയർ ചെയ്തത് ഭയങ്കര അക്രമമായിപ്പോയി. എമർജൻസി മൊത്തത്തിൽ വല്ലാത്തൊരു കാലമായിപ്പോയി. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്ദിരാഗാന്ധി അങ്ങനെ ചെയ്തു. അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും 6 വർഷത്തേക്ക്. പിന്നെ ആ സമയത്ത് വളരെ ഇൻകറപ്റ്റബിളായ കുറച്ച് ആളുകൾ അങ്ങനെ ഒരുമിച്ച് കൂടി നമ്മൾ ഒരു കോൺകാറ്റനേഷൻ എന്നൊക്കെ നമ്മുടെ ശശി തരൂരൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു സർക്കംസ്റ്റാൻസസ് വന്നു, ഒരു രക്ഷയില്ല. അപ്പോൾ ഇന്ദിരാഗാന്ധി പെട്ടെന്ന് എമർജൻസി ഡിക്ലെയർ ചെയ്ത് കോൺസ്റ്റിറ്റ്യൂഷൻ സസ്പെൻഡ് ചെയ്താൽ മാത്രമേ ഇന്ദിരാഗാന്ധിക്ക് ഭരണം തുടരാൻ പറ്റൂ എന്നൊരു സാഹചര്യം വന്നപ്പോൾ ഇന്ദിരാഗാന്ധി ധീരമായിട്ട് എമർജൻസി ഡിക്ലെയർ ചെയ്തു. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അങ്ങനെ ആ ഒരു എമർജൻസി നമ്മൾ പറയുന്നു വല്ലാത്തൊരു കാലമായിരുന്നു, നമുക്കറിയാൻ വല്ലാത്ത കാലമാണ്. അതിനുശേഷം അതിൽ നിന്ന് എങ്ങനെ പുറത്തു വന്നു, എന്തുകൊണ്ട് ഇന്ദിരാഗാന്ധി എമർജൻസി ഒരു ദിവസം പെട്ടെന്ന് എമർജൻസി നിർത്തി, ഇനി എമർജൻസി വേണ്ട, ഇലക്ഷൻ നടത്താം എന്ന് തീരുമാനിച്ചു. അതിനെപ്പറ്റി പറയുന്നത് പുറത്തുള്ള പല സുഹൃത്തുക്കളും ഇവിടുത്തെ കാര്യങ്ങൾ അറിയുന്നു. അവരിൽ ചിലരൊക്കെ എഴുതുന്ന എഴുത്തുകളിലും ഇറക്കുന്ന കടലാസുകളിലുമൊക്കെ ചില കാര്യങ്ങൾ അവർ പറയുന്നു. അതിൽ ഒരു പ്രത്യേക കാര്യം ഇന്ത്യയെ വല്ലാതെ വിഷമിപ്പിച്ച് കാണണം. ഇന്ദിരാഗാന്ധി അത് വായിക്കുമ്പോൾ അത് പറയുന്നത് ഇങ്ങനെയാണ്: ഇപ്പോൾ ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലെത്തിയാൽ നെഹ്റു വീണ്ടും ജയിലിൽ പോവുകയും മകൾക്ക് വീണ്ടും കത്തെഴുതുകയും ചെയ്യേണ്ട ഒരവസ്ഥ വരുമെന്ന്. അത് പെട്ടെന്ന് ഒരു തിരിച്ചറിവ് ഇന്ത്യക്ക് ഉണ്ടാക്കിയിരിക്കണം. ഇന്ദിരാഗാന്ധി നോക്കുമ്പോൾ ചരിത്രത്തിൽ എൻ്റെ സ്ഥാനം എവിടെയാണ്, ചരിത്രം പഠിച്ച ഞാൻ ചരിത്രത്തിൽ എൻ്റെ സ്ഥാനം എവിടെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് കാണണം. ഒരു ദിവസം യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. എല്ലാവർക്കും അതിശയമായിരുന്നു. അന്ന് സഞ്ജയ് ഗാന്ധിയുടെ ഗുണഗണങ്ങളും പാടി പുകഴ്ത്തി ഇവിടുത്തെ ജേർണലിസ്റ്റ് എല്ലാം മുട്ടിലെഴഞ്ഞെന്ന് പറഞ്ഞ പോലെ ആ ഒരു കാലമായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു. ആദ്യത്തെ 1-2 ആഴ്ച അപ്പോഴും മനുഷ്യൻ സംസാരിക്കുന്നില്ല, മനുഷ്യൻ അപ്പോഴും പേടിയാണ്. എമർജൻസി തീർന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. പക്ഷെ കാലം ചെല്ലും തോറും നമുക്ക് മനസ്സിലായി ഇലക്ഷനിയറിങ് തന്നെയാണ്, ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. എല്ലാവരും രംഗത്തിറങ്ങി. ഒരുപാട് പുസ്തകങ്ങൾ ഇന്ത്യക്കെതിരായിട്ട് വന്നു. ഒരു 5-6 പുസ്തകങ്ങളിൽ എമർജൻസി കാലത്ത് നടന്ന എല്ലാ കാര്യങ്ങളും പിച്ചി കീറി അനലൈസ് ചെയ്ത് പുറത്തു വന്നു. എല്ലാവരും അതൊക്കെ വായിച്ചു. അക്കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ എമർജൻസിയുടെ വല്ലാത്ത ചരിത്രങ്ങളായിരുന്നു. അങ്ങനെ ഇലക്ഷൻ കഴിഞ്ഞു. ഇന്ദിരാഗാന്ധി വല്ലാതെ തോറ്റു. നമ്മുടെ ഗോവിന്ദ മാഷ് പറയുന്ന പോലെ നന്നായി തോറ്റു. തോറ്റു കഴിഞ്ഞിട്ട് പക്ഷേ ഇന്ദിരാഗാന്ധി അത് ഡീൽ ചെയ്ത വിധം വളരെ ഇതായിരുന്നു. ഇതിൻ്റെ കുറ്റം മുഴുവൻ ഞാൻ ഏൽക്കുന്നു, ജനങ്ങളോട് മാപ്പ് പറയുന്നു, ഇതിൻ്റെ തെറ്റ് മുഴുവൻ എൻ്റെയാണ് എന്ന് അതിൻ്റെ മുഴുവൻ കുറ്റവും ഏറ്റെടുത്തുകൊണ്ട് ഇന്ദിരാഗാന്ധി 4-5 സെൻറ്റൻസിൽ ഒരു കാര്യം പറഞ്ഞു. അപ്പോഴേ തന്നെ ഇന്ദിരാഗാന്ധിയുടെ ആ ഒരു എങ്ങനെയാണത് ഡീൽ ചെയ്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പിന്നെ കാലം ചെല്ലും തോറും പല കാര്യങ്ങൾ മാറി വരികയാണ്. പിന്നെ വീണ്ടും 3 വർഷത്തിന് ശേഷം ഇലക്ഷൻ നടത്തുകയാണ്. അത്രയും കുറ്റം പറഞ്ഞിരുന്നവരെല്ലാം വീണ്ടും ഇന്ദിരാഗാന്ധിയെ 371 സീറ്റോടുകൂടിയാണ് കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ തിരിച്ചു വരുന്നത്. ഇന്ദിരാഗാന്ധിയെ വീണ്ടും എല്ലാവരും വളരെ ആരാധിക്കുന്ന പോലെ തന്നെ. അപ്പോൾ ആ ഒരു വലിയ തോൽവിക്ക് ശേഷം ഇന്ദിരാഗാന്ധി വീണ്ടും വളരെ ശക്തിയോടെ തന്നെ തിരിച്ചു വന്നു. പക്ഷേ ആ ഒരു പാഠം ചിലപ്പം ഇന്ദിരാഗാന്ധി അതിൽ നിന്ന് പഠിച്ചു കാണണം. പിന്നെ നമുക്ക് കുടുംബാധിപത്യം എന്ന ആരോപണം, കുടുംബവാഴ്ച എന്ന ആരോപണം, അതിനെക്കുറിച്ച് എന്താണ് ഇപ്പോൾ പ്രിയങ്ക വരുന്ന സാഹചര്യത്തിൽ എന്താണ് അതിൻ്റെ ഒരു തുടക്കം? അതായത് ഇപ്പോൾ മോട്ടിലാൽ, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി അങ്ങനെ തുടങ്ങാം. അതെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജവഹർലാൽ നെഹ്റുവിൻ്റെ സമയത്ത്
തീൻമൂർത്തി ഭവനിൽ നിന്നുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു പ്രവർത്തിക്കുന്നത്, പ്രൈം മിനിസ്റ്റർ. അപ്പോൾ ആ സമയത്ത് പ്രൈം മിനിസ്റ്റർക്ക് വയസ്സാവുകയാണ്, പ്രശ്നങ്ങൾ ഒന്നിനൊന്നിന് കൂടുകയാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു. അച്ഛൻ ഭയങ്കര പ്രഷറിലാണെന്ന് ഇന്ദിരാഗാന്ധി മനസ്സിലാക്കുന്നു. ഈവൻ മരുന്ന് കഴിക്കാൻ പോലും മറന്നു പോകുന്ന തരം അങ്ങനത്തെ അച്ഛൻ എപ്പോഴും എൻ്റെ സഹായം വേണം എന്നുള്ളൊരു തോന്നൽ വരുന്നു. അങ്ങനെ ഇന്ദിരാഗാന്ധി തീൻമൂർത്തി ഭവനിലേക്ക് വരുന്നു, അവിടെ താമസിക്കുന്നു, അവിടുത്തെ ഹോസ്റ്റസ് ആകുന്നു, കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുവരുന്നു. അവിടെ കുറച്ച് പ്രശ്നങ്ങൾ വരുന്നു. അപ്പോഴാണ് നമ്മൾ ഫിറോസ് ഗാന്ധിയുടെ കാര്യം പറയേണ്ടി വരുന്നത്. ഫിറോസ് ഗാന്ധിയെക്കുറിച്ച് നമുക്ക് എന്തൊക്കെയാണ് പറയാൻ കഴിയുക? ഫിറോസ് ഗാന്ധി ഒരു ഗ്രേറ്റ് പാർലമെൻറ്റേറിയൻ തന്നെയായിരുന്നു. ഫിറോസ് ഗാന്ധി ഒരുപാട് കാലം ഇന്ദിരാഗാന്ധിയെ ഒരു സ്യൂട്ടറായിട്ട് ഒരുപാട് കാലം ഫിറോസ് ഗാന്ധി നടന്നു. ഫിറോസ് ഗാന്ധി കമലാ നെഹ്റു സുഖമില്ലാതെ കിടന്ന കാലത്ത് മുഴുവൻ ഫിറോസ് ഗാന്ധി അടുക്കലുണ്ടായിരുന്നു. ഈവൻ മരണസമയത്ത് പോലും ഫിറോസ് ഗാന്ധി അടുത്തുണ്ടായിരുന്നു. ത്രൂ ഔട്ട് ഇന്ദിരയുടെ സപ്പോർട്ടറായിട്ട് നിഴലുപോലെ ആ കാലത്ത് മുഴുവൻ നടന്നു. അത്തരം ഒരു പ്രണയകഥ തന്നെയായിരുന്നു ഫിറോസ് ഗാന്ധിയുടെയും പിന്നെ ഇന്ദിരാഗാന്ധിയുടെയും. അവരെ അലഹബാദിൽ താമസിച്ചു, സുഖമായി താമസിച്ചു. അവർക്ക് 2 മക്കളുണ്ടായി. 2 മക്കളുടെ കൂടെ അവരവിടെ സന്തോഷത്തോടെ ജീവിച്ചു. അതിനുശേഷം വന്ന മാറ്റങ്ങളാണ് പ്രൈം മിനിസ്റ്റർ തീൻമൂർത്തി ഭവനിൽ താമസിക്കുന്നു. അദ്ദേഹത്തിന് പ്രായമായി, കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നു. എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ പ്രശ്നങ്ങൾ അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഒരു മകള് ചെയ്യേണ്ട പോലെ അച്ഛൻ്റെ അടുക്കലേക്ക് ഇന്ദിര വരുന്നു. അപ്പോൾ ഫിറോസ് ഗാന്ധി ഒറ്റയ്ക്കാവുന്നു. ശരിക്കും ഒരു മകളായി. അപ്പോൾ മകളുടെ ജോലികൾ ഏറ്റെടുത്തു. പക്ഷേ അക്കാലത്ത് അതിനെ വേറെ തരത്തിലും വ്യാഖ്യാനിക്കാം. അതായത് നെഹ്റു മകളെ ട്രെയിൻ ചെയ്യുകയാണ് പ്രൈം മിനിസ്റ്റർ ആക്കാൻ എന്നൊരു വ്യാഖ്യാനമാണ്. ഏതച്ഛനും പ്രായമാകുമ്പോൾ ആഗ്രഹിക്കും. ഏതു മകളും ആ സമയത്ത് അങ്ങനെ ഒരു വ്യാഖ്യാനമാണ് അതിന് വന്നത്. ട്രെയിനിങ് ആണ്, മകളെ കൊണ്ട് നടന്ന് അടുത്ത പ്രധാനമന്ത്രി ആക്കാൻ വേണ്ടി ഒരു കുടുംബം കെട്ടിപ്പടുക്കാൻ വേണ്ടി നെഹ്റു അങ്ങനെ ചെയ്തു. നെഹ്റുവിൻ്റെ പുസ്തകങ്ങളൊന്നും വായിച്ചാൽ അങ്ങനെ ഒരു കുടുംബം കെട്ടിപ്പടുക്കണമെന്ന് ആഗ്രഹമുള്ളൊരു മനുഷ്യനായിട്ടൊന്നും നമുക്ക് തോന്നില്ല. ഇന്ത്യ മൊത്തം സഞ്ചരിച്ച് ഡിസ്കവറി ഓഫ് ഇന്ത്യ കണ്ടെത്തി, ഇന്ത്യയുടെ ആത്മാവ് കണ്ടെത്തി, അങ്ങനെയൊക്കെ വിചാരിക്കുന്നൊരു മനുഷ്യൻ എൻ്റെ കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ചിന്തിക്കുന്ന നമുക്ക് പറയുക വയ്യ. പക്ഷേ ഇവരുടെ ജീവിതത്തിൽ ഇതൊരു വല്ലാത്ത പ്രശ്നമുണ്ടാക്കി. ഫിറോസ് ഗാന്ധി റായ്ബറേലിയിൽ നിന്ന് 2 പ്രാവശ്യം ജയിച്ചു. നല്ല പാർലമെൻറ്റേറിയൻ ആണ്. വളരെ ഭരണപക്ഷത്തിരുന്നുകൊണ്ട് പ്രതിപക്ഷത്തെ പോലെ പ്രവർത്തിക്കുക. അപ്പോൾ പ്രധാനമന്ത്രിയായി ഭാര്യാപിതാവും MP ആയി പ്രതിപക്ഷ നിരയിൽ ഇരിക്കുന്നത് പോലെ ഫിറോസ്. അതെ, ഒരു പ്രതിപക്ഷത്തിൻ്റെ സ്വരമായിരുന്നു ഫിറോസ് ഗാന്ധി. അതെ, പക്ഷേ ഭരണപക്ഷത്തുള്ള ആളാണല്ലോ. അപ്പോൾ ഒരു കൗശലക്കുറവ് നമുക്ക് അവിടെ തുടങ്ങിയേ കാണാം. ഇവർക്കൊക്കെ ഉള്ള ഒരു പൊളിറ്റിക്കൽ കൗശലക്കുറവെന്ന് നമുക്ക് വേണമെങ്കിൽ അത് പറയാം. അതായത് സ്വന്തം ആളുകളല്ലേ അടുത്തത് തീരുമാനിക്കുന്നത്, നമ്മുടെ സ്വന്തം പക്ഷത്തുള്ളവരുടെ കയ്യിലല്ലേ. അതിന് കൗശലക്കുറവ് എന്ന് പറയുന്നത് പോലെ തന്നെ ഓണസ്റ്റി എന്നും പറയാം. അതാണ്, കാരണം ബന്ധങ്ങൾ മറന്നുകൊണ്ട് ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് വിഷയങ്ങളെ സമീപിക്കുക. ഇപ്പോൾ രാജ്യത്ത് തന്നെ ആദ്യത്തെ അഴിമതി ആരോപണം ഉന്നയിച്ചത് ആരാണ്? ഫിറോസ് ഗാന്ധിയാണ്. അതിനെക്കുറിച്ച് പറയാമോ? ആ ആരോപണം കൊണ്ടുവന്ന ആ ആരോപണത്തിൻ്റെ പുറത്ത് ഭരണപക്ഷത്തിലിരുന്നുകൊണ്ട് പ്രതിപക്ഷത്തെ പോലെ ചെയ്ത് T.T. കൃഷ്ണമാചാരി എന്ന ധനമന്ത്രി രാജിവെക്കേണ്ടി വന്നു. ആദ്യത്തെ രാജി. അപ്പോൾ അതാണ് ആദ്യമുയർന്ന അഴിമതി ആരോപണവും അതിൻ്റെ പേരിലുള്ള ആദ്യത്തെ രാജി, ധനകാര്യമന്ത്രിയുടെ രാജി. അന്ന് ഭരിക്കുന്നതാകട്ടെ കോൺഗ്രസ്, പ്രധാനമന്ത്രിയാകട്ടെ നെഹ്റു, ആരോപണം ഉന്നയിച്ചതാകട്ടെ മരുമകൻ ഫിറോസ് ഗാന്ധി. അങ്ങനെ ഒന്ന് ഇന്ന് സങ്കല്പിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ അമ്മായിയപ്പൻ ഭരിക്കുന്ന കേരളത്തിൽ അമ്മായിയപ്പനെതിരെ ഭരണകക്ഷിയിലെ അംഗമായ മരുമകൻ ഒരു അലിഗേഷൻ കൊണ്ടുവരുമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. അപ്പോൾ എത്രയോ വർഷത്തിന് മുമ്പ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു ഏറ്റവും വലിയ ഉയർന്ന ഒരു ഉദാഹരണമാണ് ആ സംഭവം. അപ്പോൾ ഫിറോസ് അങ്ങനെയായി. ആ സമയത്ത് അതിന് പറയുന്ന ഫിറോസ് കോർണർ എന്ന് തന്നെ പറയുമായിരുന്നു. ഫിറോസ് എപ്പോഴും എതിർ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന ആളായിരുന്നു.
ആ ഫിറോസ് കോർണറിലിരുന്ന്, അപ്പോൾ ഫിറോസ് കോർണർ ആളുകൾ ഭയപ്പെട്ടു. ഒരു വലിയ പാർലമെൻറ്റേറിയൻ അങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അടുത്ത അഴിമതി ആരോപണം കൊണ്ടുവരുന്നു. അപ്പോഴത്തേക്കും തന്നെ നമുക്കറിയാം അവിടുത്തെ ഒരു സ്ഥിതി എന്താണെന്ന്. അപ്പോൾ ഇതിനിടയിലാണ് അവർ തമ്മിൽ ഉള്ള അകൽച്ച എന്ന് പറയുന്ന ഒരു സംഭവം. എങ്ങനെയാണ് ആ അകൽച്ച അതൊന്നും നമുക്കറിഞ്ഞൂടാ. ഒരു സിനിമയില്ലേ ആന്തി എന്ന് പറഞ്ഞ സിനിമ, അതിനകത്ത് സുചിത്രാ സെന്നും സഞ്ജീവ് കുമാറും കൂടെ ആക്ട് ചെയ്യുന്നത് ഇവരുടെ കഥയാണ് എന്നാണ് വയ്പ്പ്. അതായത് സഞ്ജീവ് കുമാറാണ് ഏതാണ്ട് രൂപസാദൃശ്യം തോന്നുന്ന തരത്തിൽ ആണ്, ഫിറോസ് ഗാന്ധിയെ പോലെ നമുക്ക് തോന്നുന്ന തരത്തിലാണ് സഞ്ജീവ് കുമാർ ആക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ സുചിത്രാ സെൻ കണ്ടാലൊന്നും അങ്ങനെ അല്ലെങ്കിലും അവർ വലിയൊരു ആക്ടർ ആയതുകൊണ്ട് പല സമയത്തും നമുക്ക് ഇന്ദിരാഗാന്ധിയെ പോലെ തോന്നും. അതാണ് ആ ഒരു വലിയ പാട്ടൊക്കെ ഇല്ലേ, തേരെ ബിന സിന്ദഗി എന്ന ആ പാട്ടൊക്കെ ആന്തി എന്ന് പറഞ്ഞ സിനിമ. ഇവരുടെ പ്രണയകഥ, എങ്ങനെ നെഹ്റു ഒരു വില്ലനായി, നെഹ്റു കാരണം അവർക്ക് മുന്നോട്ട് പോകാൻ വയ്യാതായി, ജീവിതമുണ്ട് പക്ഷേ ഇത് ജീവിതമല്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരുടെ ഒരു ലവ് സീനൊക്കെ നമ്മൾ തേരെ ബിന സിന്ദഗി അതിനകത്ത് കാണുന്നുണ്ട്. അതൊരു വേർഷനാണ് അന്നത്തെ ഇവരുടെ കാര്യം, എന്തുകൊണ്ട് അവരകന്നു പോയി. അതിന് പല 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 നെഹ്റു വളരെ ഒരു വല്ലാത്ത സ്വഭാവം കാണിച്ച് മകളെ അകറ്റി, അങ്ങനെയൊക്കെ അതിന് വളരെ ദുർവ്യാഖ്യാനങ്ങളും. അപ്പോൾ ഈ ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവായ ഫിറോസ് ഗാന്ധിയുടെ പേരാണോ ഇന്ദിരാഗാന്ധിക്ക് ഗാന്ധി എന്ന് പറഞ്ഞു വന്നത്? തീർച്ചയായും. അല്ലാതെ മഹാത്മാഗാന്ധിയായിട്ട് യാതൊരു ബന്ധവും ഇവർക്ക് ആർക്കും ഇല്ല. മഹാത്മാഗാന്ധി പ്രിയ ഹിന്ദു എന്ന് പറഞ്ഞ് എഴുത്തെഴുതുകയും ബാപ്പു എന്ന് പറഞ്ഞ് സൈൻ ചെയ്ത് പ്രത്യേകിച്ചു അത്തരം ഒരു ആരാധനാപാത്രമായിരുന്നു മഹാത്മാഗാന്ധി. അല്ലാതെ വേറെ ഇവരുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ഇവർ കാശ്മീരി പണ്ഡിറ്റുകളാണ്. ഇന്ദിരാഗാന്ധി ഫിറോസ് ഗാന്ധി പാഴ്സിയാണ്. ഇന്ദിരാഗാന്ധിയുടെ കുടുംബം കാശ്മീരി പണ്ഡിറ്റുകളാണ്. ഫിറോസ് ഗാന്ധി പാഴ്സിയാണ്. തികച്ചും വ്യത്യാസമാണ് റിലീജിയൻ. ഗാന്ധിയാണോ ഗാന്ധിയാണോ ഇപ്പൊ അങ്ങനെ സ്പെല്ലിങ്ങിന് വ്യത്യാസമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു സമയത്ത് ഇന്ദിരാഗാന്ധിയെ വിവാഹം കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ ഒരു സ്പെല്ലിങ്ങിനകത്ത് ഒരു എച്ച് എവിടെയാണ് ഇടുന്നത് എന്നുള്ളൊരു പ്രശ്നത്തിനേക്കാൾ ഏറെ അതാണ് ആ എച്ച് എവിടെയാണ് ഇടുന്നത്. അതെ അതെ, ജിയുടെ അടുക്കലാണോ അത് ഇടുന്നത് ഒരുപോലെ. അപ്പോൾ വളരെ വ്യത്യാസപ്പെട്ട ഒരു റിലീജിയണിൽ നിന്ന് കല്യാണം കഴിക്കുന്നതിന് എത്രയായാലും വളരെ പഴയ കാലത്ത് BJP ഉന്നയിക്കുന്ന ഈ എന്താ പറയുക മഹാത്മജിയുടെ പേര് കടമെടുത്താണ് ഇന്ദിരാഗാന്ധിയും പിന്നീട് രാജീവ് ഗാന്ധിയും ഒക്കെ അത് ഉപയോഗിച്ച് അത് എന്താ പറയുക അത് വോട്ടാക്കി മാറ്റി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. മഹാത്മജിയായിട്ട് ഒരു ബന്ധമില്ല. ബന്ധമില്ല എന്നുള്ളത് അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ അതല്ല ഞാൻ ചോദിക്കുന്നത്, അത് ഇവർ ദുരുപയോഗം ചെയ്തു എന്ന് പറയുന്നതിൽ അടിസ്ഥാനം. ഗാന്ധി എന്നൊരു പേര് കുറച്ചുകൂടെ നമുക്ക് പരിചിതമായ ഒരു പേരാണ്. ഗാന്ധി എന്നൊരു അത്രയും തന്നെ പരിചിതമല്ലാത്തൊരു പേരാണ്. ചിലപ്പോൾ പാഴ്സി റിലീജിയനാണ്, വേറെയാണ് പേര്, ഫിറോസ് എന്നാണ്. അതൊക്കെ കൊണ്ട് ഒരു ട്രഡീഷണൽ കുടുംബമല്ലേ, ആ കുടുംബത്തിൽ നിന്നൊരു വിവാഹം നടക്കേണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് അല്ല, നമുക്ക് ആ പേരിൻ്റെതാണ് പ്രശ്നം, ആ വിവാഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങളല്ല. കാരണം ഈ മഹാത്മജിയുടെ പേരുമായി ഈ പേര് അസോസിയേറ്റപ്പെട്ടത് തികച്ചും യാദർശികമാണ് അല്ലേ. മഹാത്മജിയുടെ പേരെന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന പേര് ഗാന്ധി എന്നുള്ളത് ഉച്ചരിച്ച് കഴിയുമ്പോൾ അത് ഗാന്ധി എന്ന് വന്നതുകൊണ്ട് അത് അസോസിയേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ BJP ആരോപിക്കുന്നത് പോലെ ഒരിക്കലും അവർ കടമെടുത്തതോ അത് വോട്ടിന് വേണ്ടി ഉപയോഗിക്കുകയോ ഒരിക്കലും ചെയ്തിട്ടില്ല. അതിൻ്റെ ആവശ്യമുണ്ടായി, അതിൻ്റെ ഒരിക്കലും ആവശ്യം ഉണ്ടായിരുന്നില്ല. ഫിറോസ് ഗാന്ധി തീർച്ചയായും അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ല. ഭയങ്കര തലയെടുപ്പുള്ള അവനവൻ്റെ തന്നെ. ഫിറോസ് ഗാന്ധിയുടെ പേര് ഓക്കെ, ഞാൻ പറയുന്നത് ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി മക്കൾ അത് ഉപയോഗിച്ചോ എന്നുള്ളതാണ്. അത് ഫിറോസ് ഗാന്ധിയുടെ പേരല്ലേ അവർക്ക് അതാ ചോദിച്ചത്. ഫിറോസ് ഗാന്ധി 1930 ആയപ്പോൾ തുടങ്ങി ഫിറോസ് ഗാന്ധിയുടെ പേര് നമ്മൾ കാണുന്നത് GH ഗാന്ധി എന്നാണ്. ശരിക്കുള്ള ഗാന്ധിയുടെ സ്പെല്ലിങ് തന്നെയാണ്. 1930 ആകുമ്പോഴത്തേക്കും തന്നെ, അതിന് മുമ്പ് ഉള്ളത് അവിടെ ഒരു ചോദ്യം. ഇപ്പോൾ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, ഇപ്പോൾ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എല്ലാവരും നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് ചരിത്രത്തിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടും. എന്തുകൊണ്ടാണ് ഫിറോസ് ഗാന്ധി അങ്ങനെ ചർച്ച ചെയ്യപ്പെടാതെ പോയത്? അതെന്തുകൊണ്ട്? സത്യത്തിൽ ഈ ചർച്ച മുഴുവൻ കൊണ്ടുവരുന്നത് ഇവർ തന്നെ അല്ലല്ലോ, ഭരിക്കുന്ന കോൺഗ്രസ് തന്നെ അല്ലല്ലോ. അത് ബോധപൂർവമാണോ? അതായത് ഇപ്പോൾ ഫിറോസ് ഗാന്ധി നല്ല പാർലമെന്റേറിയൻ ആയിരുന്നു,
ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവായിരുന്നു. ആദ്യത്തെ അഴിമതി ആരോപണം പാർലമെൻറ്റിൽ കൊണ്ടുവന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഫിറോസ് ഗാന്ധിയാണ്. അതിൻ്റെ പേരിൽ ആദ്യത്തെ കേന്ദ്രമന്ത്രിക്ക്, ധനകാര്യമന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു. അപ്പോൾ ചരിത്രത്തിൽ ഇടം നേടിയ ഒരാളാണ് ഫിറോസ്. എന്നിട്ടും എന്തുകൊണ്ട് വർഷം ഇത്ര കഴിഞ്ഞിട്ടും ഫിറോസിൻ്റെ സംഭാവനകൾ, ഫിറോസിൻ്റെ രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന ഇടം അത് വേണ്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവർ തന്നെ അല്ല, കുടുംബക്കാർ തന്നെ അല്ല കുടുംബത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്, എതിർകക്ഷികളാണ് കുടുംബത്തെ പറ്റി. പക്ഷേ അങ്ങനെ ഒരു ആക്രമണം അക്കാലത്തുണ്ടായില്ല. ഫിറോസിനെ കുറിച്ച് ചർച്ചകൾ വന്നില്ല. അക്കാലത്ത് അങ്ങനെ ഒരു ആരോപണം ഉണ്ടായില്ല. അദ്ദേഹം നേരത്തെ മരിച്ചുപോയി, അറ്റാക്ക് വന്ന് നേരത്തെ മരിച്ചുപോയി. അദ്ദേഹത്തിന് 60 വയസ്സൊക്കെ ഉള്ളപ്പം രണ്ടാമത്തെ അറ്റാക്കിൽ തന്നെ. ഇനി എൻ്റെ ചോദ്യം, ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്നാണല്ലോ ഒരു പിന്തുടർച്ചയായി സോണിയയ്ക്ക് വരേണ്ടി വരും. അതിനെക്കുറിച്ച് പറയാമോ? ഇന്ദിരാഗാന്ധിയുടെ വധം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇന്ദിരാഗാന്ധിയോട് എല്ലാവരും പറഞ്ഞു, ആ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന് ശേഷം എന്തായാലും തീരാത്ത പക സിഖുകാർക്കുണ്ടാകും. ഒരിക്കലും സിഖുകാരെ അംഗരക്ഷകരായിട്ടൊന്നും വയ്ക്കാൻ പാടില്ല. അവർക്ക് അടുത്തെങ്ങും പെരുമാറാനുള്ള സാഹചര്യം കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്ദിരാഗാന്ധിക്ക് ഒരു തരത്തിലൊരു ഗ്രേറ്റ്നെസ് ഉണ്ട്. ഇന്ദിരാഗാന്ധി പറഞ്ഞു, എന്നോട് അവർക്ക് ദേഷ്യം വരേണ്ട കാര്യമില്ല, എനിക്ക് അവരോട് ദേഷ്യമില്ല. വളരെ സെക്യുലറായ ഒരാളാണ്. എനിക്ക് സിഖുകാരോട് ഒരു ഇതില്ല. ഞാനൊരു അത്യാവശ്യം വന്നപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു എന്നല്ലാതെ എനിക്ക് അവരോട് പകയില്ല, എനിക്കവരോട് ദേഷ്യമില്ല. ഞാനെന്തിനാണ് അവരെ മാറ്റി നിർത്തുന്നത്? അങ്ങനെയാണ് സിഖുകാർ അംഗരക്ഷകരായിട്ട് ഉള്ള ഒരു സ്ഥിതി വന്നത്. ഒരുപാട് പേര് അന്ന് ഇന്ദിരാഗാന്ധി ഉപദേശിച്ചു അങ്ങനെ ചെയ്യരുത് എന്ന്. പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ ആ സെക്യുലറായ ഒരു വിശ്വാസം, മതത്തിൻ്റെ ശക്തി ഇന്ദിരാഗാന്ധിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് മതത്തിൻ്റെ ശക്തിയല്ല, മതത്തിൻ്റെ അന്ധത. അതെ അന്ധത അതറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധിക്ക് അത് ഒരർത്ഥത്തിൽ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം. ഇന്ദിരാഗാന്ധി എങ്ങനെ വധിക്കപ്പെടുന്നു, സുരക്ഷാ ഭടന്മാരാൽ വധിക്കപ്പെടുന്നു. ആ സാഹചര്യത്തിലാണോ വീണ്ടും ഒരു കണ്ടിന്യൂറ്റി എന്നുള്ള നിലയിൽ സോണിയയ്ക്ക് വരേണ്ടി വന്നത്? അല്ല, സോണിയയ്ക്കല്ല, രാജീവ് ഗാന്ധിക്ക് വരേണ്ടി വന്നത്. ആ സമയത്തെയൊക്കെ ജനറൽ ആയിട്ട് ആളുകളുടെ ഒരു ആരാധനയൊക്കെ ആയിട്ട് അത് ബന്ധപ്പെടുത്തണം. അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ നിന്നാൽ ഉറപ്പായി ജയിക്കും. കോൺഗ്രസ്സിന് പിന്നെ എന്താ വേണ്ടി? ആരായാലും ഒരു രാഷ്ട്രീയത്തിൽ കളിക്കുമ്പം വിന്നിങ് ഫേസാണ് നമുക്ക് വേണ്ടത്. പാർട്ടിക്ക് അത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് എത്ര പ്രാവശ്യം ജേർണലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ, പ്രിയങ്ക ഗാന്ധിയുടെ ഒരൊറ്റ ഫേസിൻ്റെ സിമിലാരിറ്റി കൊണ്ട് ഒരു പ്രാവശ്യത്തെ കോൺഗ്രസ് ഇലക്ഷൻ ജയിക്കാൻ പറ്റുമെന്ന്. അത്രയ്ക്ക് ആ രൂപസാദൃശ്യം ഉള്ളത് കൊണ്ട് പറ്റും. അത്തരം ഒരു വിന്നിങ് ഫേസാണ് അവർക്ക് വേണ്ടത്. അങ്ങനെയാണ് രാജീവ് ഗാന്ധി അങ്ങനെയാണ് വന്നത്. അപ്പോൾ രാജീവ് ഗാന്ധിയുടെ കാലം വളരെ സക്സസ്ഫുൾ ആയിരുന്നു ആണെന്ന് പറയാൻ പറ്റില്ല. രാജീവ് ഗാന്ധി അങ്ങനെ രാജീവ് ഗാന്ധി ഒരിക്കലും പോളിറ്റിക്സിൽ ഇറങ്ങണമെന്ന് ആഗ്രഹിച്ചില്ല. അതിന് പറ്റിയ ഒരാളായിരുന്നില്ല. രാജീവ് ഗാന്ധിക്ക് വല്ലാത്ത ഒരു ഫിസിക്കലായ ധൈര്യം വല്ലാത്ത കൂടുതൽ, ആളുകളിലുള്ള വിശ്വാസം വല്ലാതെ കൂടുതൽ. പക്ഷേ ആളുകളെല്ലാം മറ്റുള്ള അഡ്വൈസേഴ്സ് പറയുന്നത് കേട്ട് പല കാര്യങ്ങളും ചെയ്തു. ആ ചെയ്തതിൽ പല കാര്യങ്ങളും ആ LTTE ആയിട്ടുള്ള അത്തരം കണക്ഷനിൽ ചെയ്ത കാര്യങ്ങൾ, ശ്രീലങ്കൻ അത് അബദ്ധങ്ങൾ അങ്ങനെ ചെയ്തു. അതിൻ്റെ ഒരു പ്രത്യാഘാതങ്ങളൊന്നും ആലോചിച്ചറിയാൻ മാത്രം യഥാർത്ഥത്തിൽ ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നില്ല. പൊളിറ്റീഷ്യൻ ആകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി ഈ സഞ്ജയ് ഗാന്ധിയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അവർക്കങ്ങനെ തീർച്ചയായും അങ്ങനൊരു ആലോചന കോൺഗ്രസിനാണ് ആവശ്യം. കോൺഗ്രസിനാണ് ഒരു വിന്നിങ് ഫേസ് വേണ്ടത്. ഈ ഒരാളാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ കുറേ അധികം പേര് വോട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് രാജീവ് ഗാന്ധി. അപ്പോൾ രാജീവ് ഗാന്ധിയുടെ കാലത്ത് പക്ഷേ നമ്മുടെ ആധുനിക കാര്യങ്ങളിൽ മോഡേണൈസേഷൻ, കമ്പ്യൂട്ടറൈസേഷൻ അത്തരം മേഖലകളിലൊക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്യണമെന്ന് രാജീവ് ഗാന്ധിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. സാം പിട്രോഡയൊക്കെ കൊണ്ടുവന്ന് കുറേ കാര്യങ്ങൾ ടെലികമ്മ്യൂണിക്കേഷൻ മൊത്തത്തിൽ ഇവിടെ മാറ്റിമറിക്കണം എന്നൊക്കെ ആയിരുന്നു രാജീവ് ഗാന്ധിയുടെ ആഗ്രഹം. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയൊന്നും അല്ല നടന്നത്. ഈ പറഞ്ഞ രാജീവ് ഗാന്ധി ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ട്. നമ്മുടെ ശേഷൻ
നമ്മുടെ ശേഷൻ കൃത്യമായിട്ട് പറഞ്ഞതാണ്, ഇങ്ങനെ ചെയ്യരുത്, നിങ്ങളുടെ ആപത്താണ്. എന്തിനു പറയുന്നു? ശേഷൻ അവസാനത്തെ അടവായിട്ട് അസ്ട്രോളജി പോലും പറഞ്ഞു, നിങ്ങളുടെ സ്റ്റാഴ്സ് പ്രകാരം നിങ്ങൾക്ക് മരണം അടുത്തിരിക്കുകയാണ്, നിങ്ങൾ ചെയ്യരുത്, നിങ്ങൾ പോകരുത്, നിങ്ങൾക്ക് ഒരുപാട് അംഗരക്ഷകരൊക്കെ ഇല്ലാതെ ഒരു സ്ഥലത്തും നിങ്ങൾ പോകരുത്. അങ്ങനെ പറഞ്ഞിട്ട് പോലും ഈ വല്ലാത്ത ഒരു ഫിസിക്കൽ കറേജ് കൊണ്ട് അദ്ദേഹം പിന്നെയും അതൊന്നും കേൾക്കാതെ പോയി. അങ്ങനെയാണ് ശ്രീപെരുമ്പത്തൂരിലേക്ക് വരുന്നതും അപകടപ്പെടുന്നത്. അപ്പോൾ രാജീവ് ഗാന്ധിയുടെ മരണം ഉണ്ടാക്കിയ ഒരു ആഘാതം കോൺഗ്രസിനും രാജ്യത്തിനും അതൊരു ആഘാതം തന്നെയായിരുന്നു. ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ നടുക്കമായിരുന്നു രാജീവ് ഗാന്ധിയുടെ മരണം. അത് എങ്ങനെയാണ് സോണിയയെയും മക്കളെയും ബാധിച്ചത്? അത് തീർച്ചയായും അവരെ വല്ലാതെ തകർത്ത് കളഞ്ഞു. അപ്പോൾ ആ തകർച്ചയിൽ നിന്ന് ഒരു ഭാര്യ എന്ന നിലയിൽ ഈ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനവും പിന്നീട് UPA അധ്യക്ഷ സ്ഥാനവുമൊക്കെ ഏറ്റെടുത്തത് ഒരു അർത്ഥമനസ്സോടെയാണോ? എന്തായിരുന്നു അവരുടെ അവരെ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഗ്രേറ്റ് വുമൺ എന്നല്ലാതെ ഒന്നും പറയാൻ പറ്റില്ല. എത്ര പ്രശ്നം പിടിച്ച ഒരു സാഹചര്യത്തിൽ നിന്ന് അവന് ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുവന്ന് അതിന് നേതൃത്വം കൊടുത്ത് എപ്പോഴും തമ്മിത്തല്ലുന്ന സ്വഭാവമുള്ള ഒരുപാട് ആളുകളെ ഇണക്കി കൊണ്ടുപോയി. തനിക്ക് താൻ പോരുമോ, ഞാൻ പറഞ്ഞാൽ ലാസ്റ്റ് വേർഡ് എന്നുള്ള പോലെ അടക്കി ഭരിച്ചെന്ന് പറഞ്ഞ പോലെ അവരങ്ങനെ കൊണ്ടു നടന്നു. അവർക്ക് പുല്ല് പോലെ അവർക്ക് പ്രൈം മിനിസ്റ്റർ ആകായിരുന്നു, പക്ഷെ അവർക്കത് വേണ്ടായിരുന്നു. ആ 10 കൊല്ലവും ആയില്ല. അവർ ഡോക്ടർ മൻമോഹൻ സിംഗിനെ വിളിച്ചു. മൻമോഹൻ സിംഗ് അവിടെ ഒരു ചോദ്യമുണ്ട്. വയനാട്ടിൽ പ്രിയങ്ക വരുന്നതോടുകൂടിയും പ്രിയങ്ക എന്തായാലും വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല, BJPക്കും സംശയമില്ല. കാരണം BJP സംസ്ഥാന പ്രസിഡന്റ് രാഹുലിനെതിരെ മത്സരിച്ചിട്ട് കെട്ടിവെച്ച കാശ് പോയ സ്ഥലമാണ് വയനാട്. CPIയുടെ ആണെങ്കിൽ ആനി രാജ നല്ല ലീഡറാണ്, വനിതാ ലീഡറാണ്. അവരിവിടെ CPIയുടെ സീറ്റിൽ നിൽക്കുകയും ചെയ്തു. ആനി രാജയേക്കാൾ വലിയ നല്ല കൊള്ളാവുന്ന ഒരു സ്ഥാനാർത്ഥിയെ CPIക്ക് പെട്ടെന്ന് കണ്ടെത്താനും കഴിയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ഇടതുപക്ഷം ഈ പ്രിയങ്ക വരുമ്പോഴെങ്കിലും സ്വീകരിക്കേണ്ട സമീപനം എന്താണ്? എങ്ങനെയാണ് എടുക്കുന്നത്, എങ്ങനെയാണ് അവർ ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ വളരെ ആവേശത്തോടുകൂടി ജനങ്ങൾ പ്രിയങ്ക ഗാന്ധി. അപ്പോൾ എന്തായാലും ഈ കുടുംബ പാരമ്പര്യം എന്നുള്ളതിലും അർത്ഥമില്ല. ഈ ഗാന്ധി എന്നുള്ള പേരിനെ ഇവർ പരിഹസിക്കുന്നത് പോലെ വിഷയമില്ല. അല്ല, ഏറ്റവും നന്നായി സംസാരിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ട്, ആ ആളിനാണ് ഏറ്റവും വോട്ട് കിട്ടുമെങ്കിൽ നമ്മൾ ആ ആളിനെ നിർത്താൻ നോക്കും. അതുപോലെ ഒരാളുടെ അപ്പിയറൻസ് കൊണ്ട് പോലും ഒരാൾക്ക് വോട്ട് കിട്ടുമെങ്കിൽ ആ ആളിനെ നമ്മൾ നിർത്താൻ നോക്കും. ഇന്ദിരാഗാന്ധിയെ ഇത്ര എല്ലാവർക്കും ദേഷ്യമായിരുന്നു, അടിയന്തരാവസ്ഥ ഇത്ര ഭയങ്കര കുഴപ്പമായിരുന്നു, ഒക്കെ കഴിഞ്ഞിട്ടും വീണ്ടും ഇന്ദിരാഗാന്ധിയുമായിട്ട് രൂപസാദൃശ്യമുണ്ട്, പറയുന്നത് കേൾക്കും, ഇന്ദിരാഗാന്ധിയെ റിമൈൻഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം കൊണ്ട് അവർക്ക് വോട്ട് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ദിരാഗാന്ധി ഇപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ അവരെന്ത് അക്രമങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പിന്നെയും മിച്ചം ആയിട്ട് അവിടെ ഒരു ഗ്രേറ്റ്നെസ് ഉണ്ട് അവർക്ക്. ഒരു ചാരിസ്മ അത് നമ്മളിപ്പോഴും മറക്കാത്ത ഒരു കാര്യമാണ്. അവരുടെ ഒരുപാട് കാര്യങ്ങൾ തന്നെ നമ്മൾ മറക്കാതെ ഉണ്ട് ബാബു. അതായത് അവർ ഒരു ചാരിസ്മാറ്റിക് ലേഡി എന്ന് പറയുന്നത് അന്നത്തെ കാലത്തൊന്നും ഇതുപോലെ ഈ പറഞ്ഞ ഇത്രയും വലിയ സെക്യൂരിറ്റി ഒന്നുമില്ല. ഒരു പ്രാവശ്യം ഇവിടുത്തെ നമ്മുടെ കരുണാകരൻ ഇവിടുത്തെ കൈപ്പത്തി അമ്പലത്തിൽ കൊണ്ടുവന്ന് ഇന്ദിരാഗാന്ധിയെ തൊഴിയിച്ച് കൊണ്ടിരുന്ന വഴിക്ക് ഒരു ഓട്ടോറിക്ഷയിൽ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ വന്ന് ഇറങ്ങിയപ്പോൾ ഓട്ടോറിക്ഷയെ നിർത്തിയിട്ട് ഞങ്ങൾ സൈഡിലോട്ടൊന്ന് നിന്നോളൂ, പ്രൈം മിനിസ്റ്റർ വഴി പോകുന്നുണ്ട്. ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ ഷോപ്പിംഗ് ബാഗും ഒക്കെ എടുത്ത് ഓട്ടോറിക്ഷ സൈഡിലോട്ട് നിന്നു. ഞങ്ങളവിടെ നിന്നു. ദാ വരുന്നു ഇന്ദിരാഗാന്ധി, പൂക്കളും എറിഞ്ഞ് അങ്ങനെ ഇന്ദിരാഗാന്ധി അങ്ങനെ അങ്ങ് പോയി. യാതൊരു കോശങ്ങളുമില്ല. അങ്ങനെ ഇന്ദിരാഗാന്ധിയും കരുണാകരനും അങ്ങനെ നമ്മുടെ നെഹ്റുവിനെ കണ്ടിട്ടുണ്ട്. പിന്നെ നെഹ്റുവിനെ കണ്ടിട്ടുണ്ട്. നെഹ്റു 66 നെഹ്റു മരിക്കുന്ന പാലക്കാട് വന്ന സന്ദർഭത്തിൽ ഞാൻ വാസുവിലെ ഞാൻ ഏറ്റുമാനൂർ വന്നാണ് വന്ന് വെച്ചാണ് കണ്ടിരിക്കുന്നത്. പാലക്കാട്ടുകാരി അല്ലല്ലോ, ഏറ്റുമാനൂർ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഗംഭീരമായ പ്രസംഗം കേട്ടിട്ടുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിൽ മഹാത്മജിയെ കാണാൻ പറ്റിയിട്ടുണ്ടോ? മഹാത്മജിയെ കാണാൻ പറ്റിയിട്ടില്ല. നെഹ്റുവിനെ കണ്ടിട്ടുണ്ട്, ഇന്ദിരാഗാന്ധിയെ കണ്ടിട്ടുണ്ട്, പിന്നെ ബാക്കി എല്ലാ നേതാക്കളെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്തും നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ കാലത്തും നേതാക്കളെയൊക്കെ കണ്ടാൽ മെമ്മറി